Welcome back to our YouTube channel. അപ്പം നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇനി പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ്. ഇത് ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ ആണ്. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും സ്നാപ്ചാറ്റും ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. ഹോസ്പിറ്റൽ പോകാമെന്ന് പറഞ്ഞാലും സത്യത്തിൽ ഇത് ക്ലിനിക്കിലോട്ടുള്ളൊരു പോക്കാണേ. വേറെ ആരെയും കാണിക്കാനല്ല, നമ്മുടെ സിബയുടെ പല്ലിൽ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പിന്നെ അവളും മമ്മിയും അകത്ത് പോയ സമയത്ത് ഞാനും പപ്പയും മാത്രമായിരുന്നു പുറത്ത്. ആ സമയത്ത് ഞാനൊരു ഫണ്ണി സ്നാപ്ചാറ്റ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പപ്പയായിട്ട്. അങ്ങനെ പല്ലി കമ്പിയൊക്കെ മുറുക്കിയിട്ട് നമ്മുടെ താരം വന്നിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ക്ലിനിക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പയ്യെ നടന്നു വരുമായിരുന്നു. ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പം ഞങ്ങളുടെ സിബയ്ക്ക് ഒരു പ്രത്യേക സാധനമുണ്ട്. അത് ഏറ്റവും കൂടുതൽ സിബയാണ് യൂസ് ചെയ്യുന്ന ഒരു മിനി ഫാൻ. അതില്ലാതെ സിബ ഇപ്പൊ പുറത്തിറങ്ങത്തില്ല ഈ ചൂടത്ത്. സ്നാപ്ചാറ്റിൽ കുറെ ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഫേവറേറ്റ് ഉണ്ട്. അത് ഈ രണ്ടെണ്ണം ഇപ്പം കണ്ടത്. ഇതെന്ന് പറയുമ്പോ ബിഗ് മൗത്ത് ഇല്ലാത്തൊരു ആഘോഷമേ ഇല്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുവാണ് അടുത്തൊരു ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഈ വഴി ഞങ്ങളധികം കണ്ടിട്ടില്ല. പപ്പയും മമ്മയും ഇതിൽ കുറേ വട്ടം വന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പറായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ ഇലയടക്കം എല്ലാത്തിനും ഞങ്ങൾ വീഡിയോയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് ഞങ്ങളുടേതായ വീഡിയോസും സ്നാപ്സും ഒക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. പിന്നെ അതിലോട്ട് അംഗസംഖ്യ ഇങ്ങനെ കൂടുകയായിരുന്നു. ഞങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരുന്ന വീഡിയോയിലോട്ട് അതാ നമ്മുടെ ഷെയർ എത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പപ്പയും കൂടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. പിന്നെ പ്രകൃതിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. പിന്നെ താഴെയില്ല ഇങ്ങനെ കൊഴിഞ്ഞു വീണൊരു പൂവുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരേക്കും. കുഞ്ഞനാളിൽ നമ്മുടെ നഖമായിട്ട് വെക്കുന്ന ഒരു പൂവേ. അങ്ങനെ അതും വെച്ച് കളിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് വിശന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ 4 ഷവർമയും പിന്നെ 2 ജ്യൂസും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സിലൊക്കെ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബസ് കയറി വീട്ടിലോട്ട് തിരിച്ചു പോകാൻ. അപ്പോൾ ഇനി ഒരു പുതിയ വ്ലോഗുമായി വീണ്ടും കാണാം. സ്റ്റാറി സിസ്റ്റേഴ്സ്, ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.